കരൂർ ദുരന്തത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും അതിന്റെ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. വീണ്ടും ഡിഎംകെയും എഡിഎംകെയും ടിവികെയും എന്തിനേറെ പറയുന്നു കോൺഗ്രസും ബിജെപിയും ഉൾപ്പെടെ അങ്ങനെ രാഷ്ട്രീയ കക്ഷികളൊക്കെ കരൂർ വിഷയത്തെ വലിയ ആഘോഷമാക്കുകയാണ്. വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരു കൂട്ടം മുറവിളി കൂട്ടുമ്പോൾ മറുവശത്ത് സോഷ്യൽ മീഡിയകളിൽ സ്റ്റാൻഡ് വിത്ത് വിജയ് എന്ന ഹാഷ്ടാഗും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വിജയ് ഈ രീതിയിലായിരുന്നില്ല ഇതിനെ നേരിടേണ്ടത്, അങ്ങനെ തുടങ്ങി വിമർശനങ്ങളുടെ കുത്തൊഴുക്കാണ്. ഏറ്റവും ഒടുവിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് കരൂരിൽ നടന്ന ആ ദുരന്തത്തെക്കുറിച്ച് വിനോദ് സാർ എങ്ങനെ വിലയിരുത്തും? നീതു, ഈ സംഭവം വളരെ ദുഃഖകരമായ ഒരു കാര്യമാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും അതിന്റെ അനന്തര ഫലങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ അതിസങ്കീർണമാണ്. ഇതിനകത്തൊരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ സംശയിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരും പറയുന്നതിന് ഓരോ ന്യായീകരണങ്ങൾ ഉണ്ടെന്നുള്ളതും സത്യമാണ്. കാരണം ആദ്യത്തെ കാര്യം, ഇതൊരു ഇലക്ഷൻ പ്രചരണമാണ്. ആദ്യമായി മറ്റേ രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതിയ അവതാരം കടന്നു വരികയാണ്. നമുക്കറിയാം, തമിഴ്നാട്ടില് ഈ സിനിമാ ഹീറോകൾ എന്ന് പറയുന്നവർക്ക് വലിയ ജനസമ്മതിയാണ്. അതിൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും ജനസമ്മതിയുള്ള ഒരു നടൻ, അതായത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സിനിമാ നടൻ, ഹീറോ, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ്. അത് തന്നെ പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണ്. അസാധാരണമായ ഒരു ക്രൗഡ് പുള്ളിംഗ് കഴിവുള്ള ഒരു നടനാണ് വിജയ്. അത് അദ്ദേഹത്തിന്റെ ഈ സിനിമാ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ വളരെയധികം പൊലിപ്പിച്ചുകൊണ്ടാണ് വിജയ് ഇപ്പൊ തന്നെ കടന്നു വന്നിട്ടുള്ളത്. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യത്തെ വിലയിരുത്താൻ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമുക്ക് ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാല്, ആരോപണങ്ങളുണ്ട്, നമുക്ക് പറയാം. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അത്ര എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. പക്ഷെ നമുക്ക് ആക്ച്വലി സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റേതൊക്കെ കുറച്ച് കഴിയും, എന്തെങ്കിലും പുറത്തു വരുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അഥവാ പുറത്തു വരുന്നാൽ തന്നെ അതിന് ഒരുപാട് നാളെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചത്? സെപ്റ്റംബർ 27 ഒരു വലിയ സ്റ്റാമ്പീഡ് എന്ന് പറഞ്ഞാൽ തിക്കിലും തിരക്കിലും പെട്ട് ഏകദേശം 41ഓളം പേർ ജീവൻ നഷ്ടപ്പെട്ടു. ഏകദേശം 80 മുതൽ 100 പേർക്ക് വരെ ഗുരുതരമായ അല്ലെങ്കിൽ അല്ലാത്തതോ ആയിട്ടുള്ള പരിക്കുകൾ ഉണ്ടെന്ന്. ഇതെവിടാണ് നടന്നതെന്ന് പറഞ്ഞാൽ, ഈ വിജയിന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന പാർട്ടി, പുതിയ രാഷ്ട്രീയ പാർട്ടി, അതായത് സിനിമാ നടൻ വിജയിന്റെയാണിത്. അത് വേലുസ്വാമിപുരം, തമിഴ്നാട്ടിലെ കരൂരിലുള്ള വേലുസ്വാമിപുരത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതിനകത്ത് അതിനകത്ത് 18 സ്ത്രീകൾ ഉണ്ടായിരുന്നു, 10ഓളം കുട്ടികളും അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. ധാരാളം പേർ ഇന്റൻസീവ് കെയറിലൊക്കെയാണ്. ഞാൻ നേരത്തെ പറയേണ്ടത് ഇതൊരു വളരെ ദുഃഖകരമായ കാര്യം. പക്ഷേ എന്താണ് ശരിക്കും സംഭവിച്ചത്? വിജയിനെ ഭരിക്കുന്ന ഡിഎംകെക്ക് ഭയമാണെന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വിജയ് പലപ്പോഴും തന്റെ ഫങ്ഷൻസ്, ഇത്രയും യോഗങ്ങൾ നടത്താൻ അനുമതി ചോദിക്കുമ്പോൾ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുടക്കാറുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാളും സൗകര്യമുള്ള സ്ഥലങ്ങൾ കരൂരുണ്ടായിരുന്നു. അത് വിവിധ കാരണങ്ങൾ പറഞ്ഞ് 1-2 ഇവർ ചോദിച്ച 2 സ്ഥലങ്ങൾ അധികാരത്തിലിരിക്കുന്ന ഡിഎംകെ നൽകിയില്ലെന്നുള്ളതും വളരെ പച്ചയായ സത്യമാണ്. ഇനി അടുത്തത്, അവർ അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു റോഡിന്റെ സൈഡിൽ നടത്താൻ അനുവാദം നൽകിയിരിക്കുന്നത് 10,000 പേരുടെ ഒരു യോഗത്തിനാണ് അനുമതി കൊടുത്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവിടെ ആദ്യം 1,00,000 പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുറഞ്ഞത് 25,000, 27, 10,000 പേർക്ക് തന്നെ അവിടെ നിൽക്കാൻ സംശയമാണ്, സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വന്നിരിക്കുന്ന ഒരു മിനിമം 25,000-നും 27,000-നും ഇടയ്ക്ക് ആളുകൾ അവിടെ എത്തിച്ചേർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ ആ ക്രൗഡിനെ നിയന്ത്രിക്കാനുള്ള ഒരു ബഫർ സോൺസ് എന്ന് നമ്മൾ പറയും. ബഫർ സോണുകളോ ബാരിക്കേഡുകളോ അല്ലാതെ നമ്മുടെ അകത്തോട്ട് വരുന്നതും പുറത്തോട്ട് പോകാനുള്ള വഴികളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഇനി മീറ്റിംഗ് എപ്പോഴാണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്? ഉച്ചയ്ക്ക് 12 മണിക്കാണ്. മീറ്റിംഗ് എപ്പോഴാണ് തുടങ്ങിയത്? വൈകുന്നേരം 7:40 കൂടിയാണ് ആ മീറ്റിംഗ് തുടങ്ങിയത്.
ഇതൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഈ ഉച്ചക്കലത്തെ മീറ്റിംഗിന് രാവിലെ മുതൽ തന്നെ ഇദ്ദേഹത്തിന്റെ ആരാധകർ അവിടെ വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 7:40 ആയപ്പോഴത്തേക്ക് ഇത്രയും നേരം വെയിലത്ത് നിന്ന് അവരവിടുന്ന് അവരുടെ സ്ഥലം പോകാതിരിക്കാൻ വേണ്ടി, ഈ ആരാധന മൂത്ത് ഭ്രാന്താവും എന്ന് പറഞ്ഞ പോലെ ഈ കൊച്ചു കുട്ടികളെ കൊണ്ടുപോലുമാണ് വന്നിരിക്കുന്നത്. ഈ വെയിലത്ത് നിന്നവർ, ദിവസം മുഴുവൻ വെയിലത്ത് നിന്നവർ അവരുടെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരവിടെ നിന്ന് മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പോലും പോകാതെയാണ് നിന്നത്. നമുക്കറിയാം, ഒരു ദിവസം മുഴുവൻ വെയിലത്ത് അങ്ങനെ നിന്നാൽ തമിഴന്മാര് പോലും, ഇതൊക്കെ കപ്പാസിറ്റി ഉള്ള തമിഴർക്ക് പോലും അവസാനം കുഴഞ്ഞു വീഴാൻ തുടങ്ങി എന്നുള്ളത് ഒരു പ്രശ്നമാണ്. വല്ലാത്ത ചൂട്, അവിടെ വെള്ളമോ ജലമോ ഭക്ഷണമോ കിട്ടിയില്ല. ഇത്രയും നേരം ഇങ്ങനെ കാത്തിരുന്നപ്പോ അക്ഷമരായ, ക്ഷീണിച്ച, അവശരായ ആ ജനക്കൂട്ടം ഈ ഇദ്ദേഹം വിജയ് വന്നതോടുകൂടി ഇളകി, ആളുകൾ കുഴഞ്ഞു വീണു. അതിന്റെ ആ സമയത്ത് ഈ ജനറേറ്റർ സപ്ലൈ, ഈ വിജയുടെ റാലിയുടെ ഉള്ള ജനറേറ്റർ സപ്ലൈ ഓഫായി പോയി എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെയാണ്. അതേ സമയത്ത് അവിടെ ഇലക്ട്രിക് ലൈറ്റുകൾക്കും എന്തോ സംഭവിച്ചു. അതായത് അവിടെ ഒരു ഇരുട്ടായി മൊത്തം. ഇതൊരു വലിയ പ്രശ്നം അവിടെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് അവിടെ പവർ കട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അവരുടെ ലൈറ്റുകൾ അണഞ്ഞു പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ടെമ്പററി ആയിട്ട് ലൈറ്റുകൾ പോയി എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നു. ഇത് ഒരു വല്ലാത്ത ഭയം. ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഇത്രയും രാവിലെ ഉടനെ കാത്തു നിൽക്കുന്നു, ഈ വിജയ് വരുന്നു, വിജയ് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന ഉടനെ ലൈറ്റുകൾ അണയുന്നു. ഇനി ഈ നമ്മള് ഉണ്ടല്ലേ ഈ സിനിമാ സ്റ്റൈലില് ഈ ബാക്കിയുള്ള ലൈറ്റുകൾ അണച്ച് ഇദ്ദേഹത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി വല്ലതും ചെയ്തതാണോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ എന്താ എക്സാക്ട്ലി സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ വല്ലാത്ത ഒരു ഭയപ്പാടും തള്ളലും ഉണ്ടായി. മാത്രമല്ല, ഈ വിജയുടെ വണ്ടി വരുന്ന സമയത്ത് തന്നെ ആളുകൾ പുറകോട്ട് മാറിക്കഴിഞ്ഞപ്പോ ചിലർ ഓടയിൽ വീണു, മരത്തിന്റെ മുകളിൽ കയറുന്നവര്, കെട്ടിടത്തിന്റെ മേളിൽ കയറിയിരുന്നവരൊക്കെ തറയിൽ വീണു. ഇത് വീണത് ആളുകളുടെ പുറത്തൂടെയാണ്. ഇതൊക്കെ വലിയ ഒരു പാനിക് സിറ്റുവേഷൻ എന്ന് പറയും. ആ സംഭവം ഉണ്ടായി. അങ്ങനെ തിക്കും തിരക്കും വന്നു. ഇതിനിടയിൽ ആരോപണം പറയുന്നത് കല്ലേറുണ്ടായി, എവിടെ നിന്നോ ആളുകൾ ഗുണ്ടാ സംഘങ്ങളെത്തി പ്രശ്നമുണ്ടാക്കി, പോലീസ് ലാത്തിചാർജ് നടത്തി, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളും നമ്മൾ ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പോ ഈ സാധാരണ ഇത്രയും വലിയ ജനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വോളണ്ടിയേഴ്സോ അല്ലെങ്കിൽ ക്രൗഡ് മാർഷൽസ് എന്ന് പറയും, ഈ ആളുകളെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും പ്രോപ്പറായിട്ട് വിജയും ഏർപ്പെടുത്തിയിരുന്നില്ല, പോലീസ് സംവിധാനം സർക്കാരും ഏറ്റെടുപ്പെടുത്തിയിരുന്നില്ല. വളരെ ഇടുങ്ങിയ വഴികളാണ് അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത്, മെയിൻ റോഡ് ഒഴിച്ച. അവരുടെ എല്ലാ പുറത്തോട്ടുള്ള വഴികളും അടഞ്ഞു പോയിരുന്നു. വല്ലാത്ത മോശം പ്ലാനിങ്. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദുരന്തത്തിന് എല്ലാ അരങ്ങും ഒരുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അപ്പൊ എന്ത് പറ്റി? ഇത് പ്രശ്നം വന്നു. ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. അപ്പൊ അത് തന്നെ നമ്മുടെ കൊടി വെച്ച ആംബുലൻസുകളൊക്കെ വരുന്നു. പുള്ളി അത് എന്തോ വലിയൊരു ക്രെഡിറ്റ് പോലെ സിനിമ സ്റ്റൈലിൽ ഡയലോഗ് അടിക്കുകയാണ് ചെയ്തത്. ആളുകൾ ഇങ്ങനെ വെള്ളത്തിന് കേഴുന്നുണ്ടായിരുന്നു. ഇയാൾ അവിടെ നിന്ന് വെള്ളം എറിഞ്ഞു കൊടുത്തു മേളിൽ, ആ വണ്ടിയുടെ മേളിൽ നിന്ന് വെള്ളം എറിഞ്ഞു കൊടുത്ത വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വെള്ളം കൈക്കലാക്കാൻ വേണ്ടി ആളുകളുടെ തിക്കും തിരക്കും, അങ്ങനെ കംപ്ലീറ്റ് ഒരു പ്രശ്നത്തിൽ അത് ചെന്ന് കലാശു എന്നുള്ളതാണ്. പെട്ടെന്ന് ജനമിളകി, ഒരാളുടെ പുറത്തൂടെ അടുത്ത ആളുകൾ വീണു. അതൊരു വലിയ തിക്കും തിരക്കിലും സ്റ്റാമ്പീഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കലാശിച്ചു. ഇത്രയുമാണ് ആദ്യത്തെ സംഭവം. ഇയാൾ അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു രാഷ്ട്രീയക്കാരനായത്, രാഷ്ട്രീയ പരിചയമില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നിന്ന നിപ്പിൽ അങ്ങ് മുങ്ങി. സ്വന്തം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പോയി. എന്താണ് അത് ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. അതായത് അയാൾ ഒരു നേതാവിനെ പോലെ പെരുമാറിയില്ല, ഒളിച്ചോടിപ്പോയി. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നതൊക്കെ എനിക്ക് അവിടെ നിന്നിരുന്ന് ചിലപ്പോൾ അടിയും കിട്ടിയാൽ ചിലപ്പോൾ പറയാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ വൻ ഒരു പ്രശ്നമാണ്. അപ്പോ ഇനിയാണ് അതിന്റെ അടുത്ത നാടകം അരങ്ങേറുന്നത്. അതായത് പോലീസ് തീർച്ചയായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യണമല്ലോ. ഇപ്പൊ ആർക്കെതിരെ ചെയ്യണം? പോലീസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണോ? ഇത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാത്തതുകൊണ്ട് പിന്നെ TVKയുടെ നേതാക്കൾക്കെതിരെയോ ആണോ ചെയ്യേണ്ടത്? വിജയിനെതിരെ ചെയ്യണ്ടേ? ഇതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. അവരെന്തായാലും ഈ ബസി N ആനന്ദ് എന്ന് പറയുന്ന TVKയുടെ ഒരു നേതാവ്, CTR നിർമ്മൽ കുമാർ എന്ന് പറയുന്ന മറ്റൊരു നേതാവ്, VP മതിയഴകൻ, അതായത് കരൂർ വെസ്റ്റേൺ ഡിസ്ട്രിക്ട് സെക്രട്ടറി, ഇത്രയും പേരുടെ പേരിലാണ് ഇപ്പോ കേസെടുത്തിരിക്കുന്നത്. ഈ VP മതിയഴകനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ
അടുത്ത ഒരു വലിയ തമാശ കൊലക്കുറ്റത്തിനാണ്. പിന്നെ നോട്ട് അമൗണ്ടിങ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡറിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചു, പിന്നെ ആളുകളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തി, സർക്കാരിന്റെ രേഖകൾ അല്ലെ നിയന്ത്രണ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ല. ഇതൊക്കെയാണ്. ഈ വിജയുടെ പേരിൽ ഒരു FIR എടുത്തിട്ടുണ്ട്. അതിനകത്ത് വേറൊന്നും ചെയ്തിട്ടില്ല. FIR പേര് വിജയുടെ ഡയറക്റ്റ്ലി ഇല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഇന്നത്തെ 2-3 പച്ചയായ സത്യങ്ങൾ നമ്മൾ കാണാതിരുന്നൂടാ. ഉച്ചയ്ക്ക് 12 മണിക്ക് വരേണ്ടിയിരുന്ന വിജയ് ഈ രാത്രി 7:30 വരെ ആയത് എന്തുകൊണ്ടാണ്? ഇതൊരു സാധാരണഗതിയിൽ ഒരു തന്ത്രമാണ്. ഇങ്ങനെ ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, അക്ഷമരാക്കുക, കാത്തിരിപ്പിക്കുക. ഇതൊക്കെ ഈ സിനിമാക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു തന്ത്രമാണ്. ക്രൗഡ് ആവശ്യത്തിന് എത്തി, വലിയ ഒരു ക്രൗഡ് ആയിട്ട് മാത്രം അവിടെ എത്തിച്ചേരുക. ആലോചിച്ച് നോക്കണം, നമ്മൾ 12 മണിക്ക് രാവിലെ തുടങ്ങിയ ആളുകൾ വന്ന് നിൽപ്പുണ്ടായിരുന്നു. 12 മണിക്ക് തുടങ്ങേണ്ട മീറ്റിംഗ് വൈകുന്നേരം 7:40 വരെ ആയി. ഇതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. ഒരുപക്ഷെ അത് ഉച്ചയ്ക്ക് നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇരുട്ട്, ഈ ചൂട്, തിക്കും തിരക്ക്, ഇതൊക്കെ പ്രശ്നം. പിന്നെ ഈ മാത്രമല്ല, ഈ വണ്ടി അവിടെ അധികം നേരം നിന്നത്, അവിടെ നിർത്തിയ പ്രസംഗങ്ങള്, അവിടുത്തെ ഇതെല്ലാം അത് പ്രശ്നത്തിലേക്ക് നയിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. മനഃപൂർവ്വമായിരുന്നോ ബോധപൂർവമായിരുന്നോ, എന്തായാലും വിജയിന് അവിടെ മരണം സംഭവിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു വലിയ പരിചയക്കുറവ് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഇനി നാടകങ്ങൾ തുടരുകയാണ്. അപ്പൊ ഇത് വിജയുടെ തലയിൽ വയ്ക്കാൻ DMKക്ക് താല്പര്യമുണ്ടെങ്കിലും വിജയിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു സിമ്പതി വേവ് ഇലക്ഷന് മുൻപായിട്ട് കിട്ടുമോ എന്ന് അവർ ഭയക്കുന്നു. ഇതുകൊണ്ടാണ് പോലീസ് ഈ DMKയുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. സാധാരണ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇവരെ ആയിരിക്കും ആദ്യം പിടിച്ചിടുക. പക്ഷെ വിജയ് ആയി പോയതുകൊണ്ടും ഇയാൾ ഇലക്ഷന് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് കൊണ്ടും ഒരു സിമ്പതി വേവ് ഉണ്ടായി. ഇനി അത് പ്രശ്നമാകുമോ എന്ന്, അപ്പൊ എവിടം വരെയൊക്കെ ആളുകൾ ആലോചിക്കുന്നു എന്ന് നമ്മൾ നോക്കണം, ഈ രാഷ്ട്രീയക്കാർ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഇങ്ങനെ പതുക്കിയിട്ട് ജനത്തിന്റെ കയ്യിൽ നിന്ന് വിജയിനെതിരെ ഒരു രോഷം വരണം, എന്നിട്ട് അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് DMKയുടെ തന്ത്രം. അപ്പോ ഇനി വിജയ് ചെയ്യുന്ന തന്ത്രം എന്താണ്? ഈ TVK മദ്രാസ് ഹൈക്കോടതി, മധുര ബെഞ്ച്, ആദ്യം മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അപ്പൊ അവര് മധുര ബെഞ്ചിൽ പോകാൻ പറഞ്ഞു. മധുര ബെഞ്ചിൽ പോയിട്ട് പറയുന്നത് എന്താ? സുവോ മോട്ടോ ഗവൺമെന്റ് കേസെടുക്കണമെന്ന്. എന്നാ പിന്നെ കേസെടുക്കാൻ പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല, സുവോ മോട്ടോ കേസെടുക്കുന്ന അത് കോടതി നേരിട്ട് സ്വയം ചെയ്യുന്നതാണ്. അത് തന്നെ ഒരു ചെറിയ പ്രശ്നമാണ്. എന്തായാലും അവരുടെ വേറൊരു ആവശ്യം CBI അന്വേഷിക്കണമെന്നാണ്. അതൊരു ന്യായമായ കാര്യമാണ്. DMK നിയന്ത്രണത്തിലിരിക്കുമ്പോ ഇപ്പൊ തമിഴ്നാട് പോലീസ് അനുസരിച്ച് ഇത് ആരെയൊക്കെ പ്രതിയാക്കണമെന്ന് ഒരു രാഷ്ട്രീയ നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലീസ് എത്രത്തോളം കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുമെന്നും സ്വതന്ത്രമായി അന്വേഷിക്കുമെന്നും ഒക്കെ വലിയ സംശയമുണ്ട്. ഇനി അത് ഭരണകക്ഷിയുടെ സൈഡിൽ നിന്ന് വല്ല ഗൂഢാലോചനയും. അപ്പൊ അവിടെ ഇന്നറിയാം, അവിടുത്തെ ഒരാള് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ TVക്ക് അദ്ദേഹത്തെ വിജയുടെ പാർട്ടിയിൽ ഒരാള് ഒരു എഴുത്തെഴുതി വെച്ച് ഈ DMKയുടെ ഒരു നേതാവിന്റെ പേരെഴുതി വെച്ച് ഒരു സൂയിസൈഡ്, ആത്മഹത്യ നടന്നിട്ടുണ്ട്. അപ്പൊ അയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് ഈ സാഹചര്യത്തിൽ അന്വേഷിക്കുമോ എന്നുള്ളതൊരു ന്യായമായ സംശയമാണ്. അപ്പൊ CBIയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ അന്വേഷിക്കണം എന്നുള്ളതാണ് വിജയുടെ അടുത്ത ഒരു ആവശ്യം. മാത്രമല്ല, എനിക്ക് കരൂർ സന്ദർശിക്കാനുള്ള അനുമതി നൽകണമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഇതൊരു വലിയ ഒരു ദുരന്തമാണ്. സഹായം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള മത്സരം. തമിഴ്നാട് ഗവൺമെന്റ് 10 ലക്ഷം പ്രഖ്യാപിക്കുമ്പോ വിജയ് 20 ലക്ഷം പ്രഖ്യാപിക്കുന്നു. പിന്നെ അതിന്റെ കൂടെ BJP പ്രഖ്യാപിക്കുന്നു. അപ്പൊ അങ്ങനെ വലിയ ഒരു പ്രശ്നം നടക്കുകയാണ്. മാത്രമല്ല, ജസ്റ്റിസ് അരുണ ജഗദീശൻ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഇതിന്റെ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ വേണ്ടി തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. BJP പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എന്താണ് അതിന്റെ. കഴിഞ്ഞ ദിവസം BJPയുടെ നിർമ്മല സീതാരാമൻ മന്ത്രി അവിടെ വരികയുണ്ടായി. മാത്രമല്ല, ഹേമാലിനി അവിടെ സന്ദർശിക്കാൻ ഇരിക്കുകയാണ്. മാത്രമല്ല, BJPയും സ്ട്രോങ് ആയിട്ട് CBI അന്വേഷണമാണ്, ഇതൊരു നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് BJP ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്തൊരു വലിയ ലോജിക്കുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് DMK കളിച്ചിട്ടുണ്ടോ എന്നൊരു വലിയ സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു വലിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, BJP മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ CCTV ഫുട്ടേജുകൾ നശിപ്പിക്കാതെ നോക്കണം. ഡ്രോൺ വിഷ്വൽസ് അവിടെ ഉണ്ടായിരുന്നത് അതിനെ നശിക്കാതെ നോക്കണം. മൊബൈൽ ലൊക്കേഷൻ ഡേറ്റ ചെയ്യേണ്ടതുണ്ട്.
അപ്പൊ ഇതൊക്കെ വലിയ ഒരു പ്രശ്നമാണ്. പോലീസ് എന്തുകൊണ്ട് ആ ക്രൗഡിനെ നിയന്ത്രിച്ചില്ല? അതായത് 10,000 പേര് വരേണ്ട സ്ഥലത്ത് ഈ 25,000 പേര് ഇങ്ങനെ തിങ്ങിക്കൂടി വന്നപ്പം എന്തുകൊണ്ട് പോലീസ് അതിനെ തടഞ്ഞിരുന്നില്ല? തടഞ്ഞിരുന്നെങ്കിൽ അത് വിജയ് ഒരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റുമായിരുന്നോ? ഇങ്ങനെയുള്ള അനേകം പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ്, ഇതിനകത്ത് സങ്കീർണതകൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഒരു വലിയ ഇലക്ഷൻ, ഭരണത്തെ മാറ്റാൻ കേപ്പബിൾ ആയിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു ആക്ഷൻ ഹീറോ കളിക്കുകയാണ്. അയാൾ അതിന്റെ എല്ലാ കളിയും അറിഞ്ഞു കളിക്കുകയാണെന്നുള്ളതാണ്. കൃത്യമായ നിർദ്ദേശത്തോടുകൂടി. പഴച്ചു പോയത് ഇതൊരു റിഹേഴ്സൽ ഇല്ലാത്ത പൊളിറ്റിക്കൽ നാടകമായതുകൊണ്ട് പുള്ളിക്ക് സ്ക്രിപ്റ്റ് അനുസരിച്ച് കളിക്കാൻ പറ്റിയില്ല. കാരണം ഈ മരണം നടന്നു കഴിഞ്ഞാൽ പുള്ളി പേടിച്ചു പോയി. അതോടുകൂടി അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പൊ അതിനെ ഇനി മുതലെടുക്കാനാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നോക്കുന്നത്. അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമാണ്. 41 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഇതാണ് ഇതിനകത്ത് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നീത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഇല്ല, വ്യക്തമാണ് സാർ. എന്തായാലും കരൂർ വിഷയത്തിൽ സാർ പറഞ്ഞതുപോലെ ഒട്ടനവധി ദുരൂഹതകളുണ്ട്. അതൊക്കെ നീക്കേണ്ടതുണ്ട്. CBI അന്വേഷണം എന്നത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അത്തരത്തിലൊരു CBI അന്വേഷണം നടക്കട്ടെ. അതുപോലെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന തെളിവുകൾ അത് എത്രത്തോളം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതും ഒരു ചോദ്യമാണ്. വ്യക്തമായി രാഷ്ട്രീയ കക്ഷികൾ DMK-യും സ്റ്റാലിനും ഉദയനിധി ഉൾപ്പെടെയുള്ളവർ, അവരുടെ പ്രവർത്തകരൊക്കെ ഈ വിഷയത്തെ ആളിക്കത്തിക്കുന്നുണ്ട്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. പല രാഷ്ട്രീയ നേതാക്കളും പല അഭിനേതാക്കളും ഈ വിഷയത്തിൽ വിജയ്ക്കെതിരായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിൽ സ്റ്റാൻഡ് വിത്ത് വിജയ് എന്ന ഹാഷ്ടാഗിനപ്പുറത്തേക്ക് വിജയ്ക്ക് ഒരു പിന്തുണയില്ല എന്നതും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.